നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഞങ്ങൾ പോയിട്ട് കുറച്ച് ചെമ്മീനും കരിമീനും ഒക്കെ മേടിച്ചിട്ടാ. കാര്യം നമ്മുടെ ഇവിടെ അമ്പഴക്കാട് പള്ളിയുടെ പെരുന്നാളാണ്. അമ്പ് പെരുന്നാൾ ഭയങ്കര ഫേമസ് ആണ്. തൃശ്ശൂർ എല്ലാവർക്കും അറിയാൻ പറ്റും. അമ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരുന്നാള് അങ്ങനെയൊക്കെ പറയാം. അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളിനുള്ള ഒരുക്കവും കാര്യങ്ങളൊക്കെ തുടങ്ങി. നാളെ നമ്മുടെ അമ്മച്ചി ഇവിടെ വരും. അമ്മച്ചി പപ്പ ഇതുവരെ തൃശ്ശൂർ പെരുന്നാളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ ഈ വ്ളോഗിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലൈറ്റൊക്കെ നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓരോ വീട്ടിലും പല പല സൈസാണെന്ന്. അപ്പോൾ ഇന്നലെ അതുകൊണ്ട് ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇടണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അപ്പം നടക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നലെ നൈറ്റ് ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ട് കുറച്ച് ഭാഗം കത്തിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗിയായിട്ടുണ്ട്. പലവരുടെയും വീട്ടിൽ പല പല ടൈപ്പിലാക്കി ഇവിടെ ഇട്ടേക്കുന്നത്. ഞങ്ങൾക്ക് ശരിക്കും ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലല്ലോ ഇവിടെ നേരത്തെ പോയി ബുക്ക് ചെയ്യണമെന്ന്. നമ്മളുടെ വിചാരം എന്താണ്, ആ ഒരാഴ്ച പോയി ലൈറ്റ് ബുക്ക് ചെയ്താൽ എല്ലാം കിട്ടുമെന്നാണ് നമ്മളുടെ വിചാരം. നമ്മളത് ആദ്യമായിട്ടല്ലേ. അപ്പം ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ലൈറ്റ് വീട്ടിൽ ഇവിടെ മൊത്തം ലൈറ്റ് ആകാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് എല്ലായിടത്തും തീർന്നു പോയി ലൈറ്റ് എല്ലാവരും. പിന്നെ പിന്നെ അതുപോലെ തന്നെ മാള കൊടകര എന്നൊക്കെ പോയിട്ട് കൊടകര പള്ളിയിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ പോയൊക്കെ മേടിക്കണവരുണ്ട്. ചാലക്കുടി പോയി മേടിക്കണവരുണ്ട്. പിന്നെ പല പല റേറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലടാ. തീർന്നത് മാത്രമല്ല, ഇവര് ഈ പള്ളി പെരുന്നാൾ അടുക്കും തോറും പൈസ കൂടുതൽ മേടിക്കണേ. അത് പിന്നെ കൂട്ടുള്ളൂ, അവരുടെ വരുമാന ടൈമാണ്. അപ്പൊ അമ്മച്ചി ഇനി വരാനുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളിത് ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് കയ്യിൽ ഇങ്ങനെ ഒരു ക്രീമൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ നല്ലൊരു വീഡിയോ ആണ്. അപ്പൊ ഷോർട്ട് വീഡിയോസ് കാണാത്തവരൊക്കെ കഴിഞ്ഞ ദിവസം ഇതിന്റെ വ്ളോഗ് ഇട്ടാണ്. അപ്പൊ അതിന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കണേണ്. അപ്പൊ നമ്മള് പെരുന്നാളിന് പപ്പയും അമ്മച്ചിയും നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പൊ പപ്പ ഇതുവരെയായിട്ട് നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ടില്ല അല്ലേ? മറ്റേ വീട്ടില് ഒരു കൊല്ലം മുമ്പ് നമ്മ വന്ന ടൈമില് വന്നതാണ്. പിന്നെ അപ്പത്തേക്ക് കുഞ്ഞു കുഞ്ഞു പട്ടികളൊക്കെ വാങ്ങിയപ്പോൾ അതുങ്ങളെ നോക്കല്, അതുങ്ങൾ വലുതാക്കുമ്പോൾ അത് പ്രസവിച്ച് അതിന്റെ കുഞ്ഞുങ്ങൾ നോക്കല് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ പപ്പ മൊത്തത്തിൽ ബിസി ആയിപ്പോയി. ഇപ്പോഴും പപ്പ ബിസിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പപ്പ കൊണ്ടുപോയി. പപ്പയുടെ വണ്ടിയാണ് ഓടിക്കുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് വണ്ടി. നല്ല പപ്പ നോക്കണ പോലെ തന്നെ നോക്കണം, അല്ലെങ്കിൽ പപ്പടയിൽ നിന്നുള്ള ഇടിയൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ വണ്ടി ഇവനെ ഒന്ന് വാഷ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് എറണാകുളം പോയി വന്ന കാരണം അത് അങ്ങനെ കിട്ടണം. അപ്പൊ നമ്മള് എറണാകുളത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തില് പൊടിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇനി ആ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് തകർക്കണം. പിന്നെ അങ്ങനെ ഇനി ഒരുക്കങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇനി നമ്മുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്യണം. അതെ, ചെമ്മീൻ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പച്ച ചെമ്മീൻ, നല്ല ജീവനുള്ള ചെമ്മീനാട്ടോ. നോക്കി കുറച്ച് നല്ല അനക്കോണ്ടട്ടാ. ബിനീഷ് പേടിച്ചു പെട്ടെന്ന് മേടിച്ച്. നല്ല പച്ച ചെമ്മീൻ നൈസ് ഇടാത്ത ഇപ്പൊ കൊടുത്തോളം പറഞ്ഞു. അപ്പത്തേക്ക് ഞങ്ങൾ മേടിച്ചു. ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. ഇത് കുറച്ച് ഇന്ന് കരിമീനും മേടിച്ചല്ലോ. കരിമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ അച്ചിങ്ങ എന്ന് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അച്ചിങ്ങയിലിട്ട് വെക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അച്ചിങ്ങയിലിട്ട് വെക്കാൻ നമ്മുടെ കൃഷിയിൽ എടുത്ത കുറച്ച് കിള്ളി ബോക്സിലാക്കി വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. അപ്പൊ കുറച്ച് ഞാൻ അമ്മിച്ച് കൊടുത്തിട്ട്. പക്ഷെ അതല്ലടാ, ആ ചെമ്മില്ലേ മറ്റേ കാരയൊക്കെ കടപ്പട്ടല്ലേ ചെറുത്. കാരച്ചെമ്മീനൊക്കെ ഇതിനെ കൊണ്ട് വളർത്താറുന്നല്ലേ. വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ നല്ല വിലയുണ്ടോ ഇനി. ഇതാണ് നമ്മൾ ഈർക്കിലി കുത്തി ഒക്കെ ജീവനുള്ള സാധനം. ജീവനോടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇത് കുറച്ച് കിലട്ടെ അലക്കാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പെരുന്നാളായതുകൊണ്ട് പിന്നെ ഈ 2 ദിവസത്തേക്ക് അലക്കല് കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഇട്ടാ എല്ലാം മാറ്റി. പിന്നെ കാര്യങ്ങളെല്ലാം ഇത് ഉള്ളിയും കാര്യങ്ങളെല്ലാം ഞാൻ അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറിയും ചോറും കൂടി ഞങ്ങൾ കഴിക്കും. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ചെമ്മീനും അച്ചിങ്ങയും കൂടി. ബിനീഷയുടെ കൃഷിയിലുള്ള അച്ചിങ്ങയും നല്ല ഫ്രഷ് ചെമ്മീനും ആട്ടോ നമ്മൾ ഇന്ന് വെച്ചേക്കണം ഉച്ചക്ക് കഴിക്കാനായിട്ട്. അത് പെട്ടെന്ന് കിള്ളിയ പോലുള്ള പച്ചയല്ലേ. പച്ചയതുകൊണ്ടേ ഞാൻ കുപ്പിന്ന് വെള്ളം, തണുത്ത വെള്ളം ഉണ്ടായിരുന്നു. ആ തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് കിള്ളി എടുത്തത്. അപ്പൊ പിന്നെ വിട്ട് പോകുന്നു അവിടെ. അത് പിന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കണല്ലേ. ഇപ്പൊ ഐസ് ഇട്ടതാണെങ്കിൽ പെട്ടെന്ന് പോരട്ടെ. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇതേ ഇതും അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയും ചിക്കൻ നല്ല ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് പണികളുണ്ട്.
ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് റോണൊരു ഫുഡ് കൊടുത്തിട്ടാണ്. ഭയങ്കര മടിയാണ് അവന് കഴിക്കാനായിട്ട്. ഇത് കണ്ട ഇത്തിരി ആ ചോറിലോട്ട് ചിക്കനൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലാണ് ആ ചോറ് കഴിക്കുള്ളൂ. ഇത് ചിക്കൻ്റെ കാലോറം മാറ്റി വെച്ചാൽ പിന്നെ തിന്നാൻ വേണ്ടി വെച്ചേക്കണേട്ടാണ്. പൂച്ചയെ കാക്കയെന്നൊക്കെ പറഞ്ഞ് ഇപ്പം അപ്പുറത്ത് മേരിയമ്മ വന്നിട്ടുണ്ടേ. വിനീഷ അലക്കിയൊക്കെ ഇട്ടങ്ങനെ നടന്നിട്ടാ. മേരിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് നിർത്തി. ആള് ഫുഡ് അടിയാണ്. ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ. കഴിച്ചു മോൻ കഴിച്ചു. അവൻ്റെ മാസ്റ്റർ ദേഹം ഭക്ഷണം കഴിക്കണേയില്ലെന്ന് നോക്കിയിരിക്കണേ കാണുന്നത്. വെയിലത്തോട്ട് ഇങ്ങനെ നോക്കിട്ട് ഭയങ്കര കണ്ണെന്തോ പോലെ. അത് ഞങ്ങൾ ഇവിടെ നിന്നില്ലെങ്കിൽ അവൻ കഴിക്കൂല. അതാണ് മെയിൻ പ്രശ്നവുമില്ല. കുഞ്ഞു കൊച്ചുങ്ങളെക്കാളും കഷ്ടമാണ്. നോക്കി നിക്കണം. എന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് എടുത്ത് പാത്രം കഴുകി അതിനകത്ത് വെള്ളം വെച്ച് കൊടുക്കണം. എന്നൊക്കെ പണിയുണ്ട് ഇവിടെ. ദൈവമേ വയ്യ. പിന്നെ വൈകുന്നേരമായിട്ട് അതെ നോക്കിയാൽ ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതേ. നിങ്ങളുടെ കൊച്ചിനും ഉറക്കമൊക്കെ കഴിഞ്ഞ് ആളിതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖം കണ്ടത് നിങ്ങളാരും പേടിക്കേണ്ട ഉറക്കക്ഷീണമല്ല. എനിക്ക് ഭയങ്കര തലവേദന അല്ലേ. നല്ല ഉറക്കക്ഷീണം ഉണ്ട് കേട്ടാ. എന്തേ ഉറക്കക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നത്. അവിടെ ഇവിടെയൊക്കെ കറങ്ങിയൊക്കെ നടപ്പുണ്ട്. അവനും വിനീഷ് ഇവിടെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇതാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര തല കുത്തി കിടന്നപ്പോഴും നല്ല തലവേദനയാണ്. പക്ഷെ എഴുന്നേൽക്കുമ്പോൾ മാറുമെന്ന് ചോദിച്ചു. പക്ഷെ മാറിയില്ല. ഭയങ്കര തലവേദന ഉണ്ട്. ഞാൻ ചുക്ക് കാപ്പി എടുത്ത് കുടിച്ചപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട്. ചുക്ക് കാപ്പി കുടിച്ചപ്പോൾ. അപ്പോൾ അതേ ഇവൻ്റെ കൂടെ നിന്നിട്ട് ഇവൻ അധികം നേരം നിർത്താമല്ലോ. ഇവനെ നിർത്തി ഇവൻ എനിക്ക് പണിയാണ് കണ്ടത്. ഇത് നമ്മുടെ ഇവിടെ നോക്കി ഇത് പിടിച്ചാൽ ഈ ഇവിടെ പുറത്തു കൂടിയൊക്കെ സീരിയസ് സെറ്റുകളും മാല ബൾബുകളൊക്കെ പള്ളി വകി ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ കൂടിയൊക്കെ ഇട്ടുണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാനിക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങി അപ്പം അവൻ ചാടും. ഇവിടേക്കൊന്ന് അടിച്ചിടണം. അതേപോലെ തന്നെ ഇനി അമ്മച്ചീനെ നാളെ രാവിലെ പോയിട്ട് വെളിച്ചണ്ട് വരണം. അപ്പം ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ മറ്റേ സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം. അപ്പം ഇവിടെ 2 ഹാലജൻ വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ആ സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയെങ്കിൽ ആ പുള്ളിക്കാരൻ പറഞ്ഞാനെ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുമായിരുന്നല്ല. കിട്ടാത്തതുകൊണ്ടായിട്ട് പുള്ളി നമ്മളോട് പറയാണ്ടിരുന്നു തോന്നുന്നു. അപ്പോൾ കാരണം അത് കിട്ടിയിട്ടില്ല. പക്ഷെ അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം. എന്തെങ്കിലും പരിപാടി ചെയ്യണം. ഇപ്പം അതേപോലെ തന്നെ നമ്മുടെ ഈ ഇതിനകത്ത് ഇട്ടേക്കണ കണ്ട സീരിയസ് സെറ്റ് വൈറ്റ് ആണ്. ഇനിയിപ്പോൾ ഇവരുടെ പള്ളി വക പോയേക്കണതിൽ എന്താണെന്ന് ഒരു പിടുത്തമില്ല. എന്ത് കളറാണെന്ന് അല്ലേ. അതെ ഇതേ അവൻ കറങ്ങി നടപ്പുണ്ട്. ഇവനാണ് അതിന് മൊത്തത്തിൽ രാവിലെ തൊട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പം ഞാൻ ഇനി കുറച്ച് പണിയുണ്ട്. അതായത് ഈ ലൈറ്റ് കത്തണുണ്ട്. ഈ ലൈറ്റ് കത്തണില്ല. അപ്പോൾ ഈ ലൈറ്റ് ഒന്ന് മാറ്റണം. ആ ഗേറ്റിലെ ലൈറ്റ് ഉണ്ട്. അതൊന്നും അങ്ങനെ മാറ്റണം. ഇതൊക്കെയാണ് പരിപാടി. റോണോ ബായുടെ ബാ കണ്ട ആള് വന്നണ്ട. എന്താ ആള് ഇങ്ങനെ ഫുൾ ടൈം കണ്ട ഇങ്ങനെ കൈ ഇങ്ങനെ നക്കി ഇത് ഇവിടേക്ക് ഇങ്ങനെ തടയി കൊടുത്തല്ലേ. ഭയങ്കര സന്തോഷം. ഇനി ഇവനൊന്ന് കുളിപ്പിക്കാൻ വേണോട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ. അതെ എല്ലാം സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ കുളിച്ച് സുന്ദരിയായി. ഞങ്ങൾ ഇനി കംപ്ലീറ്റ് വീടും എല്ലാം അടിച്ചു തുടക്കലും പരിപാടിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതേ നമ്മുടെ ലൈറ്റ് ഇടൽ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. അപ്പോൾ അതേ വഴിയിലൊക്കെ ലൈറ്റ് ഇട്ടൊക്കെ ഉണ്ട്. ആ ജാമ്പക്കലോടെ ഇട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള 2 ലൈറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോണേന്ന്. കണ്ടാ നമ്മുടെ ആ വഴി നോക്കി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ നോക്കി. അങ്ങോട്ടൊക്കെ എല്ലാ വീട്ടിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ദിവസങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് നോക്കിയാ നമ്മൾ ഇത്രയൊക്കെ തന്നെയാണ് ഒരുക്കിയേക്കണത്. ഇനിയും പക്ഷെ 2 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ വീടിൻ്റെ ഇവിടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ ഈ പരിസരത്തുള്ള വീടുകളുടെ ഭംഗികളും എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഓക്കെ ബൈ ടാറ്റാ.